ഇന്നത്തെ ഒരു സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പോസിറ്റിവിറ്റി രേഖപ്പെടുത്തിയ സൂചിക എന്ന് പറയുന്നത് നിഫ്റ്റി IT സൂചികയാണ്. IT സൂചികയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ US നിന്ന് വന്നിരുന്ന ഡാറ്റകൾ പരിശോധിക്കുകയാണെങ്കിൽ CPI ഡാറ്റകളാണെങ്കിലും അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റകളാണെങ്കിലും ജോബ് ഓപ്പണിംഗ്സ് ഡാറ്റകളാണെങ്കിലും ഒക്കെ തന്നെ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ഡാറ്റ ആയിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധിക്കുമ്പോൾ US ഫെഡിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇപ്പോഴൊരു തളർന്ന രീതിയിൽ നിൽക്കുന്ന US ലേബർ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത വർദ്ധിക്കുന്നു. അതേസമയം തന്നെ കാര്യമായിട്ടുള്ള ഒരു വർധനവ് US CPI കണക്കുകളും പണപ്പെരുപ്പ കണക്കുകളും ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഫെഡിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റേറ്റ് കട്ട് കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും കൂടുതൽ ഫണ്ട് വിപണികളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. IT സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ എക്സ്പോഷർ വളരെ കൂടുതലാണ്. അതായത് അമേരിക്കൻ കമ്പനികളിൽ നിന്നും മറ്റൊക്കെയുള്ള ഒരു കരാർ ലഭിക്കുന്നതാണ് ഇന്ത്യൻ IT കമ്പനികളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്. നിലവിൽ ഈ ഒരു പലിശ കൂടുകയാണെങ്കിൽ അവിടുത്തെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫണ്ട് കുറഞ്ഞ പലിശ നിരക്കിൽ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഇവ വിനിയോഗിക്കും. ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ കരാറും മറ്റുമൊക്കെ നൽകുന്ന ഒരു കാര്യമാണ്.